സുഹൃത്തുകൂടിയാണ് യോജി. വേദിയിലെ ബഹുമാന്യരായ ജനപ്രതിനിധിയുടെ വിവിധ ഗ്രന്ഥശാലകളുടെ പ്രതിനിധികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയുള്ള നമ്മുടെ സാമൂഹിക ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമാണ് ഗ്രന്ഥശാലകൾ എന്നത്. ഇന്ത്യയിൽ ആകമാനമുള്ള ഏതാണ്ട് 50,000-ത്തിലധികം ഗ്രന്ഥാലയങ്ങളുണ്ട്. അതിലേതാണ്ട് 20,000-ത്തോളം ഗ്രന്ഥശാലകൾ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നത് വളരെ അസാധാരണമായ ഒരു കാര്യമാണ്. നമ്മുടെ ജനസംഖ്യയുടെ എത്രയോ ചെറിയൊരു ശതമാനമാണ് കേരളത്തിലുള്ളത്. 140 കോടിയിലധികം വരുന്ന മനുഷ്യർ ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ 3.5 കോടി ആളുകളേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിലെ മൊത്തം ഗ്രന്ഥശാലകളിൽ 30% മുകളിൽ നമ്മുടെ നാട്ടിലാണ്. ഇവിടെ തന്നെ ഇപ്പോൾ പറഞ്ഞു, അങ്കമാലി മണ്ഡലത്തിൽ 50-ലധികം ഗ്രന്ഥശാലകൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഗ്രന്ഥശാലാ സംഘത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 7,000-ത്തിലധികം ഗ്രന്ഥശാലകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുപോലെ നമ്മുടെ വിദ്യാലയങ്ങളിലെ ലൈബ്രറികൾ, നമ്മുടെ കോളേജുകളിലെ ലൈബ്രറികൾ, പ്രാദേശികമായുള്ള ചെറുതും വലുതുമായ ഗ്രന്ഥശാലകൾ, ഇതെല്ലാം ചേർന്നാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ 20,000-ത്തിലധികം ഗ്രന്ഥശാലകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് 1000-ത്തോളം പഞ്ചായത്തുകളാണ് ഉള്ളത്. 100-ലധികം മുനിസിപ്പാലിറ്റിയുടെ ഒക്കെയാണ് ഉള്ളത്. അങ്ങനെ നോക്കിയാൽ ഏതാണ്ട് ഒരു ശരാശരി അനുപാതത്തിൽ 8-10 ഗ്രന്ഥാലയങ്ങൾ ഒരു പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന നിലയിൽ അങ്ങനെ ഉണ്ടാവണമെന്നില്ല, ഏറ്റവും കുറച്ചിലുണ്ടാകാം. എങ്കിലും 5 മുതൽ 10 വരെ ഗ്രന്ഥശാലകൾ ഓരോ ഗ്രാമപഞ്ചായത്തിലും പ്രവർത്തിക്കുന്ന നിലയിൽ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം വളർന്നു വന്നിട്ടുണ്ട്. ഇത് വളരെ അസാധാരണമായ ഒരു കാര്യമാണ്. എല്ലാ ഗ്രന്ഥാലയങ്ങളിലും 5,000-ഓ 4,000-ഓ 10,000-ഓ ഒക്കെ പുസ്തകങ്ങളുണ്ട്. 100 വർഷം പിന്നിട്ട ഗ്രന്ഥശാലകൾ എത്രയെങ്കിലും കേരളത്തിലുണ്ട്. ഈ പ്രദേശത്തും കാണാൻ കഴിയും. ഞാനിത് തുടക്കത്തിൽ കേരളത്തിന്റെ ഒരു സവിശേഷമായ കാര്യം എന്ന് പറഞ്ഞത്, ഈ ഗ്രന്ഥശാലകളൊന്നും രൂപപ്പെട്ടത് വെറും വായനാ കേന്ദ്രങ്ങളായിട്ടോ പുസ്തക വിതരണ കേന്ദ്രങ്ങളായിട്ടോ അല്ല. നമ്മുടെ ഗ്രന്ഥശാലകളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് നമ്മുടെ സാമൂഹ്യ നവീകരണവുമായും രാഷ്ട്രീയ സ്വാതന്ത്ര്യവുമായും ഒക്കെ ബന്ധപ്പെട്ടാണ് വലിയൊരളവുള്ള നിലവിൽ വന്നത്. അപ്പൊ പഴക്കം ചെന്ന ഗ്രന്ഥശാലകൾ നിങ്ങൾ നോക്കിയാൽ അതിന്റെ ഒക്കെ പേരിൽ മഹാത്മാ വായനശാലയെന്നോ സുഭാഷ് ലൈബ്രറി എന്നോ ഒക്കെയുള്ള മട്ടിലുള്ള, അല്ലെങ്കിൽ വീട്ടിയുടെ പേരിലോ അല്ലെങ്കിൽ പി കൃഷ്ണപിള്ളയുടെ പേരിലോ ഒക്കെയുള്ള ഗ്രന്ഥശാലകൾ എത്രയെങ്കിലും കാണാം. കാരണം കേരളത്തിലെ ഗ്രന്ഥശാലകളുടെ രൂപപ്പെടൽ ആളുകൾക്ക് പുസ്തകം വായിക്കാനും പത്രം വായിക്കാനുമുള്ള ഇടം എന്ന നിലയിലല്ല ആദ്യഘട്ടത്തിലൊക്കെ നടന്നത്. മറിച്ച് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെയും കർഷക സമരങ്ങളുടെയും രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെയും ഒക്കെ ഒരു അരങ്ങ് എന്ന നിലയിലാണ് കേരളത്തിൽ 1930 മുതലൊക്കെ വലിയ തോതിൽ ഗ്രന്ഥശാലകൾ ഉണ്ടായി വന്നത്. അതായത് ആളുകളെ സംഘടിപ്പിക്കുകയും ആളുകളെ പഠിപ്പിക്കുകയും ആളുകളെ സാമൂഹ്യ ജീവിതത്തിന്റെ നവീകരണത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ടാണ് ഗ്രന്ഥശാലകൾ വന്നത്. ലോകത്തിന്റെ തന്നെ ചരിത്രത്തിൽ ഗ്രന്ഥശാലകൾ അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ ആവശ്യവുമായി രാഷ്ട്രീയ ആവശ്യവുമായി ഇങ്ങനെ കെട്ടുകിടഞ്ഞു കിടക്കുന്നത് നമുക്ക് മറ്റെവിടെയും കാണാൻ കഴിയില്ല. കഴിഞ്ഞ കണ്ണൂരിൽ ഇതുപോലെ ഒരു സംരംഭത്തിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ അവിടെ എംപിയുടെ നേതൃത്വത്തിൽ, ശിവദാസിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഒരു പദ്ധതി എല്ലാ വാർഡിലും ഒരു ഗ്രന്ഥശാല എന്നത് ഉറപ്പാക്കുക മാത്രമാണ്. എല്ലാ പഞ്ചായത്തിലും 4-5 ഗ്രന്ഥശാലകളല്ല, എത്ര വാർഡുകളുണ്ടോ അത്രയും വാർഡുകളിൽ ഗ്രന്ഥാലയങ്ങൾ കൊണ്ടുവരിക എന്നതാണ്. അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സാമൂഹ്യ ജനകീയ പ്രസ്ഥാനത്തിന്റെ സ്വഭാവം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം കൈവരിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും ഇങ്ങനെ നിയമസഭാ സാമാജികർക്ക് നൽകുന്ന ഫണ്ടിൽ നിന്ന് വലിയ തോതിൽ പുസ്തകങ്ങൾ മേടിച്ച് ഇവിടെ പറഞ്ഞതുപോലെ 4 ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ ഒരു മണ്ഡലത്തിൽ മാത്രം വിതരണം ചെയ്യുന്ന മട്ടിൽ പുസ്തകങ്ങൾക്ക് ഗ്രന്ഥശാലകൾക്കും വലിയ സാമൂഹ്യ പ്രാധാന്യം നമുക്ക് ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു പ്രദേശത്ത് കാണാൻ സാധിക്കില്ല. അങ്ങനെ ഒരു അനൗപചാരികമായ ഒരു വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രമായി ആണ് നമ്മുടെ ഗ്രന്ഥാലയങ്ങളൊക്കെ നിലനിന്നിട്ടുള്ളത്. വ്യക്തിപരമായി ഇപ്പൊ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ സാഹിത്യത്തിലെയും വിജ്ഞാന മേഖലയിലെയും വലിയ കൃതികൾ പലതും വായിച്ചത് എൻ്റെ നാട്ടിലെ ഗ്രന്ഥാലയത്തിലിരുന്നാണ്. ഇപ്പോ ഞാൻ ഡിഗ്രി വിദ്യാർത്ഥിയായി തുടങ്ങുന്ന കാലത്താണ് വാസുദേവന്റെ 2ാം കലാഭവനിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങുന്നത്. ഇപ്പൊ എന്റെ വീടിന്റെ ഏതാണ്ട് 1.5 കിലോമീറ്റർ അപ്പുറത്തൊരു പീപ്പിൾസ് ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയുടെ പഴയൊരു കെട്ടിടത്തിന്റെ തിണ്ണയിൽ ഇരുന്നിട്ട് കലാഭവനിയിലെ 1-ാം ലക്കം വന്ന 2-ാം ഊഴത്തിലെ വരികൾ വായിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കടലിൽ കറുത്ത നിറമായിരുന്നു എന്ന് പറയുന്നത് 2-ാം ഊഴത്തിലെ ആദ്യ വരി ഒരു തിണ്ണയിൽ ചാരിയിരുന്ന് വായിച്ചത് ഇപ്പോഴും പല പുസ്തകങ്ങളും നല്ല പുസ്തകങ്ങളാണെന്നൊന്നും മനസ്സിലാക്കിയിട്ടല്ല. ഞാൻ ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ നോവലിൽ പോലും വിശേഷിപ്പിക്കപ്പെടുന്ന ആരോഗ്യ നികേതനം ഞങ്ങളുടെ ആ ലൈബ്രറിയിൽ നിന്നാണ് കിട്ടിയത്. അത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ച ഒരു പച്ച നിറത്തിലുള്ള ഒരു കവറോടെയൊക്കെയുള്ള പുസ്തകമാണ്. പിന്നീട് അത് DC പുസ്തകം ഇപ്പം പ്രസിദ്ധീകരിക്കുന്നത്. അന്ന് പഴയൊരു പതിപ്പാണ്. ആ പുസ്തകം കിട്ടുന്ന സമയത്ത് ഞാൻ താരാശങ്കർ ജ്ഞാനപതിയെ കുറിച്ചോ അദ്ദേഹത്തിന്റെ രചനാ വൈഭവത്തെ കുറിച്ചോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ഡിഗ്രിക്കോ മറ്റോ പഠിക്കുന്ന കാലമാണ്. പല പുസ്തകങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പുസ്തകം എടുത്തു വായിക്കുന്നു. ഏതോ നിലയിൽ അതിനോടൊരു താല്പര്യം തോന്നുന്നു. പുസ്തകം വായിച്ച എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഇത് ഇന്ത്യയിൽ എഴുതപ്പെട്ട ഏറ്റവും മഹത്തായ നോവലാണ് എന്ന് ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അറിഞ്ഞും അറിയാതെയും എത്രയോ ആളുകളെ സാഹിത്യത്തിന്റെ അറിവിന്റെ ഏതെല്ലാം മേഖലകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഗ്രന്ഥശാലകൾക്ക് കഴിയുന്നു. അല്ലാത്ത നിലയ്ക്ക് ഇപ്പോ ഒരു കുഗ്രാമത്തില് വല്ലപ്പോഴും ഒരു ദിവസം മാത്രം വന്നു പോകുന്ന ഒരു ഗ്രാമത്തിൽ 40 കൊല്ലം മുമ്പ് എന്നെ പോലെ ഒരാൾക്ക് താരാശങ്കരുടെ ഒരു പുസ്തകം കിട്ടാനോ ദസ്തയേവ്സ്കിയുടെ ഒരു നോവൽ വായിക്കാനോ ഒന്നുമുള്ള അവസരമില്ല. പക്ഷെ അത് നമുക്ക് നൽകുന്ന വലിയ ഒരു വഴിയായി കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം മാറിത്തീർന്നു. ആയിരക്കണക്കിനും 10,000-കണക്കിനും വായനക്കാരെ അതുണ്ടാക്കി. അവരൊക്കെ തന്നെ ജീവിതത്തിന്റെ പല പല ബോധ്യങ്ങളിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്തു. കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മുടെ വായന എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും ആഴത്തിൽ ഇടപെട്ട ഒരു സംഗതിയാണ്. ഈ വർഷത്തിനൊരു പ്രത്യേകതയുള്ളത് പാവങ്ങളുടെ ശതാബ്ദി വർഷമാണ്. 1925-ലാണ് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ മലയാളത്തിൽ എത്തുന്നത്. 1862-ലാണ് അത് ഫ്രഞ്ച് ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അത് കഴിഞ്ഞ് 1925-ൽ നലപ്പാട്ട് നാരായണമേനോൻ അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. നലപ്പാട്ട് നാരായണമേനോൻ അത് വിവർത്തനം ചെയ്യുന്ന സമയത്ത് വാസ്തവത്തിൽ മലയാളത്തിൽ അങ്ങനെ നോവലിലും കലയിലും ഒന്നും ഏറ്റവും താഴെ തട്ടിലുള്ള നിസ്സഹായരായ മനുഷ്യരുടെ ജീവിതമൊന്നും സാഹിത്യത്തിൽ വന്നിട്ടില്ല. പുരോഗമന സാഹിത്യമൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. നലപ്പാട്ടിന്റെ എഴുത്ത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 2 പതിറ്റാണ്ട് കഴിയുമ്പോഴാണ് പുരോഗമന സാഹിത്യത്തിലെ കൃതികളൊക്കെ രംഗത്തെത്തുന്നത്. വാസ്തവത്തിൽ പുരോഗമന സാഹിത്യവും ജീവന സാഹിത്യവും ഒക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ആശയങ്ങളെ ഒക്കെ മലയാള ജീവിതത്തിലേക്കും മലയാളികളുടെ ജീവിത പരിസരത്തേക്കും കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയായിരുന്നു പാവങ്ങൾ. ആ പുസ്തകത്തെ കുറിച്ച് പറയുന്നത് എന്റെ സാമൂഹ്യ രാഷ്ട്രീയ വീക്ഷണത്തെ രൂപപ്പെടുത്തുന്നതിൽ എല്ലാ സാമൂഹ്യ സംഘടനകളെക്കാളും വലിയ പങ്കുവഹിച്ചത് പാവങ്ങൾ എന്ന നോവലാണ്. ഞാനത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് വായനയും എഴുത്തിന്റെയും ഒക്കെ വലിയ ലോകം കേരളത്തിൽ രൂപപ്പെടുത്തിയത് എന്നതിന്റെ ഒരു ഉദാഹരണം എന്ന നിലയ്ക്ക് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ അല്ലാതെ ആളുകളുടെ വളരെ സ്വകാര്യമായ വ്യക്തിപരമായ ആസ്വാദനത്തിന്റെ ഒരു മേഖല എന്ന നിലയിലല്ല ഗ്രന്ഥശാലകളും പുസ്തകങ്ങളും കേരളത്തിൽ പ്രവർത്തിച്ചത്. അത് കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തെ കുറിച്ചു പണിയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകിയ ഒരു പ്രസ്ഥാനവും ഒരു പ്രവൃത്തിയുമായി ഗ്രന്ഥശാലകളും വായനയും മാറിത്തീർന്നു എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഗ്രാമാന്തരങ്ങൾ തോറും ഇങ്ങനെ ഗ്രന്ഥാലയങ്ങൾ ഉണ്ടായി വരികയും അവിടെയൊക്കെ 100 കണക്കിന് ആളുകൾ പല കാലങ്ങളിൽ വന്നു പോവുകയും അവിടെയൊക്കെ
വലിയ തോതിൽ മനുഷ്യരുടെ ബോധനവീകരണത്തിന്റെ വലിയൊരു ഉപാധിയായി ഈ ഗ്രന്ഥശാലകൾ മാറി തീരുകയും ചെയ്തത്. അതിന്റെ കൂടി ഫലമാണ് ഒരു സമൂഹം എന്ന നിലയ്ക്ക് നാം നേടിയ പല നേട്ടങ്ങളും എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതല്ലാതെ തൊഴിൽ കൊണ്ട് മാത്രം, സമ്പത്ത് കൊണ്ട് മാത്രം അല്ല, മറിച്ചൊരു സാമൂഹിക ബോധം എന്ന് പറയുന്നത്. സാമൂഹ്യ ബോധം എന്ന് പറയുന്നതിന്റെ വിശാലമായ ഒരു അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കപ്പുറമുള്ള മനുഷ്യരെ കൂടി കാണാൻ ശ്രമിക്കുകയും അവരുടെ കൂടി ജീവിതം തങ്ങളുടെ ഒരു പരിഗണനയിൽ ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും ലളിതമായ അർത്ഥത്തിൽ സാമൂഹ്യ ബോധം. അതല്ലാതെ സാമൂഹ്യ ബോധം എന്നുള്ളത് രാഷ്ട്രീയമായ കാര്യങ്ങളെ കുറിച്ചുള്ള നിരന്തരമായ അന്വേഷണവും അതിലുള്ള തീരാത്ത ഉത്കണ്ഠയും ഒക്കെ ആവണമെന്നില്ല. അങ്ങനെ ആളുകൾക്ക് അത് കൊണ്ട് നടക്കാം. പക്ഷെ ഏറ്റവും ലളിതമായ ഒരർത്ഥത്തിൽ താനല്ലാത്തവരെ കുറിച്ച് തനിക്കുള്ള കരുതൽ, ഇംഗ്ലീഷിലൊരു പഴയ പ്രയോഗമുണ്ട്, കൺസേൺ ഫോർ ദ അതർ എന്ന് പറയുന്നത്. മറ്റുള്ളവരെ കുറിച്ചുള്ള, അപരത്തെ കുറിച്ചുള്ള ഒരു കരുതൽ. ആ കരുതലാണ് സാമൂഹികത എന്ന് പറയുന്നതിന്റെ ഏറ്റവും വിശാലമായ, ഏറ്റവും വലിയ അടിസ്ഥാനം. അവരവരെ കുറിച്ചല്ല, അതിനപ്പുറമുള്ള ഒന്നിനെ കുറിച്ച്. വാസ്തവത്തിൽ അതൊരു വലിയ പൊളിറ്റിക്കലായ ഒരു ഇഷ്യൂ ആണ്. ഈ സാഹിത്യവും അല്ലെങ്കിൽ വായനയും ഒക്കെ നമുക്ക് തരുന്ന വലിയ ഒരു രാഷ്ട്രീയ മൂല്യം എന്താന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയ മൂല്യം എന്ന് പറയുന്നത് കക്ഷി തലത്തിലുള്ള രാഷ്ട്രീയ മൂല്യം എന്ന അർത്ഥത്തിലല്ല, മറിച്ചൊരു സമൂഹത്തെ കുറിച്ചാണ് നമുക്ക് എന്താണ് തരുന്നത്. എന്തിനാണ് പുസ്തകം വായിക്കുന്നത്? ഞാൻ ഈ വായനയെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഒരു ആശയം എന്റെ ശ്രദ്ധയിൽ വന്നത്, അതൊരു സാഹിത്യകാരനൊന്നുമല്ല, 20ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയൊരു ശാസ്ത്ര ചിന്തകനുണ്ട്, കാൾ സാഗൻ എന്നു പേരായിട്ടുള്ള. കോസ്മോസ് എന്നുള്ള അദ്ദേഹത്തിന്റെ കൃതി വളരെ പ്രസിദ്ധമാണ്. പ്രപഞ്ചഘടനയെ കുറിച്ച് എഴുതപ്പെട്ട ഏറ്റവും മനോഹരമായ ഒരു പുസ്തകമാണ് സാഗന്റെ കോസ്മോസ് എന്നുള്ള. അദ്ദേഹം ഒരു സ്ഥലത്ത് പുസ്തകങ്ങളെ കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു നിരീക്ഷണം എങ്ങനെയാണ്, അദ്ദേഹം ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന ആശയമാണ്, എ മിയർ ലുക്കിംഗ് ടു എ ബുക്ക് യു ബിഗിൻ ടു ഹിയർ ദ സൗണ്ട് ഓഫ് അനദർ മാൻ. ഒരു പുസ്തകത്തിലേക്ക് വെറുതെ ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾ മറ്റൊരാളുടെ ശബ്ദം കേൾക്കുന്നു. Perhaps that 4000 years, ഒരുപക്ഷെ 1000 കൊല്ലം മുമ്പേ മരണമടഞ്ഞു പോയ ഒരാളുടെ ശബ്ദം. ഇത് ചെറിയൊരു കാര്യമല്ല. അതായത് നിങ്ങളൊരു നോവൽ വായിക്കുമ്പോൾ, ഒരു കഥ വായിക്കുന്ന സമയത്ത്, ഒരു ചരിത്രഗ്രന്ഥം വായിക്കുന്ന സമയത്ത് ലോകത്തിന്റെയും കാലത്തിന്റെയും ഏതോ കോണുകളിലൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ശബ്ദം നാം കേൾക്കാൻ തുടങ്ങും. ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടേതല്ലാത്ത ജീവിതം കൂടി നാം ജീവിക്കാൻ തുടങ്ങും. മനുഷ്യരെന്ന നിലയ്ക്ക്, വ്യക്തികൾ എന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടെ ജീവിതമേ ജീവിക്കാൻ പറ്റും. ഓരോരുത്തർക്ക് അവരവരുടെ ജീവിതത്തിന്റെ പരിധികളും പരിസരങ്ങളും ഒരു കാലത്ത്, ഒരു പ്രത്യേക ദേശത്ത് കുറച്ച് പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യർക്കും ചെയ്യാൻ പറ്റുന്നത്. 60-70 കൊല്ലക്കാലം ഏതെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണില് ഏതെങ്കിലും ചില പ്രവൃത്തികളിലൊക്കെ മുഴുകി ജീവിക്കുക, മരിച്ചു പോവുക. ഇതാണ് ലോകത്തെ എല്ലാ മനുഷ്യരും ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ മനുഷ്യരുടെ ജീവിതവും ചെറുതാണ്, ഇത്തിരി വട്ടം. ആ വട്ടത്തിന് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവാം, പക്ഷെ മനുഷ്യ ജീവിതം ചെറുതാണ് എല്ലാ മനുഷ്യരുടെയും. പക്ഷെ നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ നിന്ന് മനുഷ്യവംശത്തിന്റെ ജീവിതത്തോളം നമ്മുടെ ജീവിതത്തെ വലുതാക്കാൻ ഉള്ള ഒരു വഴിയിലാണ് വാസ്തവത്തിൽ വായന. വായനയുടെ വലിയ സാധ്യത അതാണ്. അത് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ കെട്ടിത്തളഞ്ഞു പോകാതെ, നമ്മുടെ ജീവിതത്തിന്റെ ചെറുപ്പങ്ങളിൽ, ഇടുക്കങ്ങളിൽ അവസാനിക്കാതെ ലോകത്തിലേക്ക് കടന്നു നിൽക്കാൻ നമുക്കൊരു വഴി തുറന്നു തരുന്നു. വേറൊരു നിലയ്ക്ക് പറഞ്ഞാൽ, വായന നൽകുന്ന ഏറ്റവും വലിയ വിമോചന സാധ്യത എന്താണെന്ന് വെച്ചാൽ, അത് നമ്മളിൽ നിന്ന് മോചിപ്പിക്കും. നമ്മുടെ ജീവിതം മാത്രമല്ല, ലോകത്തിന്റെ ഏതോ കോണിൽ ജീവിക്കുന്ന മനുഷ്യർ, ആരുടെയൊക്കെയോ സങ്കടങ്ങൾ, ആരുടെയൊക്കെയോ സന്തോഷങ്ങൾ, അവർ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, അവരുടെ ഉള്ളിലെ പ്രതികാരങ്ങൾ, ഇതൊക്കെ നമ്മുടെ കൂടി അനുഭവമാണ്. ലളിതമായി പറഞ്ഞാൽ, നാം ഒരാൾ മാത്രമല്ലാണ്ടാകും, ആരൊക്കെയോ കൂടിയാകും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സാമൂഹികത എന്ന് പറയുന്നതിന്റെ വിശാല അർത്ഥം എന്താണ്? മറ്റൊരാൾ കൂടി ആകാനുള്ള നമ്മുടെ സന്നദ്ധതയാണ്. വേണമെങ്കിൽ അതിനെ പറയുന്ന ഈ വാക്യമുണ്ട്, പ്രിയം അപരപ്രിയം അനൻപ്രിയം എന്ന് പറയുന്നത്. അപരപ്രിയത്വം, ഈ അപരം എന്ന് പറയുന്നത്, അതർ എന്ന് പറയുന്നത് സെൽഫിന്റെ ഒരു ഭാഗമായി തീരുക. എന്റെ ആത്മത്തിൽ അപരബോധം ഉണ്ടാവുക, അപരത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അനുഭവങ്ങളുടെ സൂക്ഷ്മലോകങ്ങൾ വേറെ വേറെ ഇടങ്ങളിൽ നിന്ന് എന്നിലേക്ക് വന്നു ചേരുക. അങ്ങനെ ലോകം
ഞാൻ ജീവിക്കുന്ന ജീവിതത്തെക്കാൾ എത്രയോ വലിയ ഒന്നായിട്ട് എൻ്റെ ജീവിതത്തെ മാറ്റാനായിട്ട് കഴിയില്ല. ഇതാണ് വായനയുടെ ഏറ്റവും വലിയൊരു സാധ്യത. നമുക്ക് ഋഷിയായിട്ട് പുസ്തകങ്ങളുണ്ട്, നമുക്ക് വായിച്ച് അറിവുണ്ടാക്കാൻ പറ്റുന്നുണ്ട്, വായിച്ച് രസിക്കാൻ പറ്റുന്നുണ്ട്, നേരം പോക്കുണ്ട്, ഇതെല്ലാം വായനയിലുണ്ട്. ഞാൻ അതിനെയൊന്നും നിഷേധിക്കാൻ ബുദ്ധിയല്ല. പക്ഷെ അത്തരത്തിൽ നമ്മുടെ സ്വകാര്യമായ ആസ്വാദനത്തിന്റെയും വിജ്ഞാന സമ്പാദനത്തിന്റെയും ഒക്കെ താല്പര്യങ്ങൾക്കപ്പുറം വായനയ്ക്കുള്ളിൽ സാമൂഹികം എന്ന് വിളിക്കാവുന്ന ഒരു അടിസ്ഥാന ഘടകമുണ്ട്. അത് സമൂഹത്തെ കുറിച്ചുള്ള അറിവുണ്ടാക്കിയിട്ടൊന്നുമല്ല, മറിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു നിൽക്കാനുള്ള ഒരു സന്നദ്ധതയുണ്ടാക്കി. ഒരു ചെറിയ കാര്യമല്ല. ഇപ്പൊ ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു നോവലാണ് അന്നാ കരീനീന, ടോൾസ്റ്റോയിയുടെ. അന്നാ കരീനീന എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നല്ല ഉത്തമമായ കുടുംബജീവിതമുള്ള, നല്ല ഭർത്താവും കുഞ്ഞുങ്ങളും സമ്പത്തും സാമൂഹിക അന്തസ്സും ഒക്കെയുള്ള ഒരു സ്ത്രീയാണ് അന്നാ കരീനയുടെ നായികയായ. പക്ഷെ ഒരു സായാഹ്ന സർക്കാർ വേളയിൽ വെച്ച് അവര് ഒരു റോൺസ്കി എന്ന് പേരായ ഒരു ദുർവൃത്തനായ വിടൻ എന്നൊക്കെ വിളിക്കാവുന്ന, ദുർനടപ്പുകാരൻ എന്ന് വിളിക്കാവുന്ന ഒരാളെ കണ്ടുമുട്ടുന്നു. ഏതോ നിലയിൽ അവർക്കിടയിൽ ഒരു സ്നേഹബന്ധം രൂപപ്പെടുന്നു. ആ സ്നേഹബന്ധത്തിന്റെ പിന്നാലെ ആ സ്ത്രീ ഇറങ്ങി പുറപ്പെടുന്നു. അവരുടെ ജീവിതം കൊടുങ്കാറ്റ് കടമറിച്ച് കളഞ്ഞ ഒരു വൻവൃക്ഷം പോലെ അവരുടെ ജീവിതം ദുരന്തങ്ങൾക്ക് പിന്നാലെ പോയി അവസാനം പടത്തിൽ അവരുടെ ജീവിതം അവസാനിക്കുന്നു. ഇതാണ് അമ്മയുടെ കഥ. നിങ്ങൾ വായിച്ചാൽ അറിയാം. കേരളത്തിലെ വിവർത്തനം, അനിതയിൽ വിവർത്തനം ചെയ്ത് മനോഹരമായ പുസ്തകം